ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു സിനിമ കണ്ടു. ഇന്ന് 19 ജൂൺ 2026 ഈ വെള്ളിയാഴ്ച ഒരു പുതിയ സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു തിയേറ്ററിൽ പോയിരുന്നൊരു നല്ലൊരു മൂവി കാണുന്നത്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. 'ബാലൻ' എന്നാണ് ആ സിനിമയുടെ പേര്. ചിദംബരം സാറിൻ്റെ ഡയറക്ഷനിൽ വളരെ നല്ലൊരു മൂവിയാണ്. നമുക്കതിനെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് അഭിനയിച്ച നടന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അറിയില്ല. പുതിയതായിട്ടുള്ള ആളുകളാണ്. അതിനകത്ത് 1, 2 പേരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. സോ എസ്പെഷ്യലി അതിനകത്തെ അമ്മയും കുട്ടിയായിട്ടുള്ള ആ രംഗം നിങ്ങൾ ട്രെയിലറെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് കാണുന്ന നമ്മുടെ നായക കഥാപാത്രവും കാസ്റ്റിംഗ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ഇതിനകത്ത്. എസ്പെഷ്യലി ആ കുട്ടിയും ആ അമ്മയും എന്തൊരു അഭിനയം! സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു അഭിനയം. ഈ മലയാളം ഇൻഡസ്ട്രി അല്ലെ മലയാള സിനിമ തന്നെ ഓൾ ഇന്ത്യയിൽ ഞാൻ തെലുഗു മൂവീസ്, കന്നഡ, ഹിന്ദിക്കാരെ കണ്ട് പഠിക്കണം. എന്താണ് സിനിമ, മലയാള സിനിമ എങ്ങനെയാണ് വർക്കാവുന്നത്, ഇവിടെ എങ്ങനെയാണ് മേക്കിംഗ്, കാസ്റ്റിംഗ് എങ്ങനെയാണ്, മലയാളികളുടെ മനസ്സിനെ അറിഞ്ഞ് അല്ലെ കേരള മണ്ണിനെ മനസ്സിലാക്കി എടുക്കുന്ന മൂവീസാണ്. അവരൊക്കെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ കണ്ടു പഠിക്കണം. ഈ 'ബാലൻ' എന്ന സിനിമയിൽ ഇതിനകത്ത് സർപ്രൈസ് ആയിട്ടുള്ള ക്യാമിയോ ഇൻ്റർവെൽസ് ഉണ്ട്. മീൻസ് ക്യാമിയോ ആയിട്ട് നമ്മുടെ ഒരു മെഗാ സ്റ്റാർ വളരെ നല്ല അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് സമയമാണെങ്കിൽ തന്നെ ഏകദേശം ഒരു അവസാന ഹാഫിലൊരു അരമണിക്കൂറാണ് അദ്ദേഹമുള്ളത്. വളരെ 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 ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ റോള് നല്ലൊരു റോളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരല്പം നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള റോളുകളാണെങ്കിൽ തന്നെ നിങ്ങളാ കാണുക. അതിനൊപ്പം തന്നെ ഇതിനകത്ത് ഒരു വില്ലൻ റോൾ എന്ന കഥാപാത്രം, വില്ലൻ റോൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു നെഗറ്റീവ്, അതായത് നമ്മുടെ നായകന് എതിരെ നിൽക്കുന്ന ചില ആളുകൾ, ആ ഒരു കഥാപാത്രം, ഒരു പോലീസുകാരൻ്റെ വേഷം, അതും ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ലാൽ സാറിൻ്റെ മകനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ് കട്ട് പോലെ തോന്നുന്നു എനിക്ക്. അദ്ദേഹമൊക്കെ നടത്തി വെച്ച ആ ഒരു അഭിനയം ഉണ്ടല്ലോ, അത് വളരെ വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. അതുപോലെ തന്നെ ഈ നായിക കഥാപാത്രത്തിൻ്റെ എക്സ്പ്രഷൻസ്, അവരുടെ ആക്ടിങ്, അതെല്ലാം എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസ്സാണ്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ചെറുപ്രായത്തിൽ അമ്മയോടൊപ്പമുള്ള പ്രായവും അതിനുശേഷം വളർന്നു വന്നുള്ള ആ സമയത്തുള്ള കാസ്റ്റിംഗ് എല്ലാം വളരെ നല്ല അഭിനയമാണ്. ഈ മൂവി ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവീസാണ്. നല്ലൊരു കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയൊരു മൂവീസാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കഥകളാണ്. അതിനകത്ത് ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു വലിയൊരു മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ അതേപോലുള്ളൊരു സിനിമയൊക്കെ ഒരു ഹിറ്റ് മൂവി കാണാം ഒരു നിങ്ങൾ ആ ഒരു പ്രതീക്ഷ വെക്കരുത്. ഇതൊരു ഫീൽ ഗുഡ് ന്യൂസാണ്. കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധങ്ങളെ കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് മൂവിയാണ്. എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയില്ല. അവസാനം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സാണ്. അടിപൊളി ക്ലൈമാക്സാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ മൂവി കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ടീമിൻ്റെ 'ബാലൻ' എന്ന സിനിമയുടെ എല്ലാ സ്റ്റാഫ്സിനും വളരെ വളരെയധികം നന്ദി. നല്ലൊരു സിനിമ കാണാൻ എനിക്ക് സാധിച്ചതിന് മലയാള ഇൻഡസ്ട്രിക്കും ബാലൻ്റെ നിർമ്മാതാക്കൾക്കും അതിന് അഭിനയിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ഏവർക്കും നന്ദി. നമസ്കാരം.